മജ്മനികായ 133 മഹാകച്ചാന ബദ്ധേകരത്ത സുത്ത്. സുഹൃത്തുക്കളെ, ഇതിനു മുൻപുള്ള കുറച്ച് സൂത്തങ്ങൾ മജ്മൻ നികായ 130 ദേവദഹ സൂത്ത്. ഈ സൂത്രം ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടില്ല. ഈ സൂത്രത്തിൻ്റെ വിഷയം പറയാം. ദുഷ്കർമ്മം ചെയ്യുന്ന വ്യക്തി നരകത്തിൽ പോയി പതിക്കുന്നു. അവിടെ യമൻ അദ്ദേഹത്തോട് 4 ദേവദൂതന്മാരെ പറ്റി ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഈ 4 ദേവദൂതന്മാർ സന്ദേശം നൽകി, എന്തുകൊണ്ട് നിങ്ങളതിനെ ഗ്രഹിച്ചില്ല എന്ന് ചോദിക്കുന്നു. ഈ 4 ദേവദൂതന്മാർ ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മലത്തിൽ കിടന്ന് പൊളിയുന്ന പുതിയതായിട്ടുള്ള ജനിച്ച കുട്ടി, വാർദ്ധക്യം വന്ന വ്യക്തി, രോഗം വന്ന വ്യക്തി, മരിച്ച വ്യക്തി, അതേപോലെ തന്നെ രാജാവിനാൽ ശിക്ഷിക്കപ്പെടുന്ന ഒരു കുറ്റവാളി, ഇവരെല്ലാം താങ്കൾ കണ്ടിട്ടില്ലേ? പിന്നെ എന്തുകൊണ്ടാണ് താങ്കൾ ധർമ്മത്തിനനുസരിച്ച് പ്രവർത്തിക്കാതിരുന്നത് എന്ന് ചോദിക്കുന്നു. അതിനുശേഷം പലതരത്തിലുള്ള നരകത്തിലെ ശിക്ഷയെപ്പറ്റി ഇവിടെ വിവരിക്കുന്നുണ്ട്. ഏതൊക്കെ തരത്തിലുള്ള നരകമാണ്, അവിടെ എന്തൊക്കെ ശിക്ഷയാണ് കൊടുക്കുന്നത് എന്നതിനെപ്പറ്റി വളരെ വ്യക്തമായിട്ട് ഈ സൂത്രത്തിൽ വിവരിക്കുന്നുണ്ട്. പക്ഷേ ധ്യാനവുമായിട്ട് അധികം ബന്ധമില്ലാത്തതിനാൽ ഈ സൂത്രത്തെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടില്ല. അടുത്തതായിട്ട് 4 സൂത്രങ്ങളുണ്ട്. 131 ബദ്ധേക രക്തസൂത്ത്, 132 ആനന്ദ ബദ്ധേക രക്തസൂത്ത്, 133 മഹാകച്ചാന ബദ്ധേക രക്തസൂത്ത്, 134 ലോമ സകനീയ ബദ്ധേക രക്തസൂത്ത്. ഈ 4 സൂത്രങ്ങളുടെയും വിഷയം ഏകദേശം ഒന്ന് തന്നെയാണ്. ഭഗവാൻ പറയുന്നു, ഒരിക്കലും ഭൂതത്തിലേക്ക് ഓടരുത്, ഭാവിയിലേക്ക് ഓടരുത്, എപ്പോഴും വർത്തമാനകാലത്തിൽ നിൽക്കണം, അവിടെയുള്ള കാര്യങ്ങളെ വിപശ്യന ചെയ്യണം. ഈ കാര്യമാണ് ഈ സൂത്രത്തിലെല്ലാം പറയുന്നത്. അതിനാൽ ഇതിൽ 133 സൂത്രം മാത്രം വിവർത്തനം ചെയ്യുന്നു. ഇതിനാൽ ബാക്കി സൂത്രങ്ങളും നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. മഹാകച്ചാനൻ എന്ന് പറയുമ്പോൾ ബുദ്ധൻ്റെ ഏറ്റവും മുതിർന്ന ഒരു ശിഷ്യനാണ്. ബദ്ധേക എന്ന് പറയുമ്പോൾ ഭദ്രമായിട്ടുള്ള എന്നാണ് അർത്ഥം. രത്ത എന്ന് പറയുമ്പോൾ രാത്രി, ഭദ്രമായിട്ടുള്ള രാത്രി, അതിനെ പറ്റിയിട്ടാണ് ഈ സൂത്രം. ഒരിക്കൽ ഭഗവാൻ രാജഗിരിയിൽ വിഹരിക്കുകയായിരുന്നു. അവിടെയുള്ള തപോധാരാമം, അതായത് ചൂടുവെള്ളമുള്ള ഒരു സ്ഥലം, ഒരു ആശ്രമം. ആ സമയത്ത് ആയുഷ്മാൻ സമിദ്ധി രാവിലെ സൂര്യോദയത്തിന് മുമ്പ് എഴുന്നേറ്റതിന് ശേഷം ആ ചൂടുള്ള വെള്ളത്തിൽ കുളിക്കാൻ പോയി, തപോധാരാമത്തിൽ കുളിക്കാൻ പോയി. ആ ചൂടുള്ള വെള്ളത്തിൽ കുളിച്ചതിന് ശേഷം അദ്ദേഹം വെള്ളത്തിന് പുറത്തു വന്നതിന് ശേഷം ഒരു വസ്ത്രം ധരിച്ച് ശരീരം ഉണക്കുകയായിരുന്നു. ആ സമയത്ത് ആ ചൂടുള്ള വെള്ളം ഉള്ള ആശ്രമത്തെ മുഴുവൻ പ്രകാശിപ്പിച്ചുകൊണ്ട് ഒരു ദേവത അവിടെ പ്രത്യക്ഷപ്പെട്ടു. സമിദ്ധിയുടെ അടുത്ത് പോയി. എന്നിട്ട് ഒരു ഭാഗത്ത് നിന്നതിന് ശേഷം സമിദ്ധിയോട് ഇങ്ങനെ പറഞ്ഞു: ധാരേസിത്വം ഭിക്ഷു ബദ്ധേക രക്തസ ഉദ്ദേശഞ്ച വിഭംഗഞ്ചാതി. ഭിക്ഷുവേ, താങ്കൾ ബദ്ധേക രക്തസ എന്ന് പറയുന്ന ഉദ്ദേശ വിഭംഗ ഉപദേശത്തെപ്പറ്റി താങ്കൾ കേട്ടിട്ടുണ്ടോ? ഇല്ല മിത്രമേ, ഞാൻ ബദ്ധേക രക്തസ ഉദ്ദേശഞ്ച വിഭംഗ ഉപദേശത്തെപ്പറ്റി ഞാൻ കേട്ടിട്ടില്ല. ഇവിടെ ഉദ്ദേശം എന്ന് പറയുമ്പോൾ ചുരുങ്ങിയ, വിഭംഗം എന്ന് പറയുന്ന സമയത്ത് പ്രസ്താവന. അപ്പോൾ ആ ഭിക്ഷു ആ ദേവതയോട് തിരിച്ചു ചോദിച്ചു: മിത്രമേ, താങ്കൾ ബദ്ധേക രക്തസ ഉദ്ദേശഞ്ച വിഭംഗയെപ്പറ്റി കേട്ടിട്ടുണ്ടോ? അപ്പോൾ ആ ദേവത പറഞ്ഞു: ഇല്ല ഭിക്ഷുവേ, ഞാനും ഈ ബദ്ധേക രക്തസ ഉദ്ദേശഞ്ച വിഭംഗ ഉപദേശത്തെപ്പറ്റി കേട്ടിട്ടില്ല. ഭിക്ഷുവേ, താങ്കൾ ഈ ബദ്ധേകരത്യ ഗാഥ എന്ന് പറയുന്ന ഉപദേശത്തെപ്പറ്റി കേട്ടിട്ടുണ്ടോ? അപ്പോൾ ആ ഭിക്ഷു ദേവതയോട് ഇങ്ങനെ പറഞ്ഞു: ഇല്ല മിത്രമേ, ബദ്ധേകരത്യ ഗാഥയെപ്പറ്റി ഞാൻ കേട്ടിട്ടില്ല. താങ്കൾ ബദ്ധേകരത്യ ഗാഥയെപ്പറ്റി കേട്ടിട്ടുണ്ടോ? അപ്പോൾ ആ ദേവതയും പറഞ്ഞു: ഇല്ല ഭിക്ഷുവേ, ഞാനും ബദ്ധേകരത്തിയ ഗാഥയെപ്പറ്റി കേട്ടിട്ടില്ല. അപ്പോൾ ആ ദേവത ഭിക്ഷുവിനോട് പറഞ്ഞു: ഭിക്ഷുവേ, ബദ്ധേകരത്തസ ഉദ്ദേശഞ്ച വിഭംഗഞ്ച സൂത്രത്തെപ്പറ്റി കേൾക്കുക, അതിൻ്റെ ഉപദേശത്തെപ്പറ്റി കേൾക്കുക, അതിനെപ്പറ്റി ഓർക്കുക. അത് താങ്കളുടെ ബ്രഹ്മചര്യ ജീവിതത്തിന് വളരെ ഗുണകരമാണ്, ബ്രഹ്മചര്യ ജീവിതത്തിന് ഉപയുക്തമായിട്ടുള്ള കാര്യമാണ്. അപ്രത്യക്ഷനാകുന്ന സമയത്ത് ആ ദേവത അതാണ് പറഞ്ഞത്. അപ്പോൾ രാത്രി കഴിഞ്ഞതിന് ശേഷം പുലർച്ചെയാകുന്ന സമയത്ത് ആയുഷ്മാൻ സമിദ്ധി ഭഗവാന്റെ അടുത്ത് പോയി അദ്ദേഹത്തെ വന്ദിച്ചു. എന്നിട്ട് ഒരു ഭാഗത്തിരുന്നു. എന്നിട്ട് ഭഗവാനോട് നടന്ന കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞതിന് ശേഷം ഇങ്ങനെ കൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തു: ബന്ദേ, ദയവ് ചെയ്തിട്ട് ഭഗവാൻ
ബദ്ധേകരത്തസ ഉദ്ദേശഞ്ച വിഭംഗ ഉപദേശത്തെപ്പറ്റി എനിക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞാലും. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ശരി ഭിക്ഷു, കേൾക്കുക, വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുക, ഞാൻ അതിനെപ്പറ്റി പറയാം. ശരി ബന്ദേ എന്ന് പറഞ്ഞ് ആയുഷ്മാൻ സമൃദ്ധി ഭഗവാന് ഉത്തരം കൊടുത്തു. ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു, ഒരിക്കലും ഭൂതത്തിലേക്ക് ഓടരുത്, ഭാവിയെപ്പറ്റി പ്രതീക്ഷിക്കുകയും അരുത്. ഭൂതകാലം നമ്മൾ പിന്നിട്ട് കഴിഞ്ഞു, ഭാവി ഒരിക്കലും വന്നിട്ടില്ല. പച്ചുപ്പന്നഞ്ച യോ ധമ്മം തത്ത വിപസ്സതി. വർത്തമാനകാലത്തിൽ ഏതൊരു ധർമ്മമുണ്ടോ അതിനെ നമ്മൾ വിപശന ചെയ്യണം. അസംഹീരം അസംകുപ്പം തം വിദ്വാ മനുബ്രൂഹേ. ഇളകാത്ത അതിനെ അറിഞ്ഞുകൊണ്ട് അതിനെ ധാരണം ചെയ്യുക, അതിനെ വർദ്ധിപ്പിക്കുക. അജേവ കിച്ഛമാതപ്പം. ഇന്ന് മാത്രമാണ് ശരിയായിട്ട് ജോലി ചെയ്യാനുള്ള സമയം. കോജന്യ മരണം സുവേ. നാളെ മരണം വരുമോ എന്ന് ആർക്കറിയാം? മരണത്തിൻ്റെ മഹാസൈന്യവുമായിട്ട് നമ്മൾക്ക് യാതൊരുവിധ ഉടമ്പടിയുമില്ല. ഏവം വിഹാരിം ആതാപിം അഹോരത്ത മതന്തിതം. ഏതൊരു വ്യക്തി ഇങ്ങനെ രാത്രിയും പകലും ആലസ്യമില്ലാതെ ഉത്സാഹത്തോടുകൂടി ഇപ്രകാരം ധ്യാനിക്കുന്നുവോ, തമ്പേ ബദ്ധേകരത്തോതി സന്തോ ആജിഖതേ മുനീതി. ആ വ്യക്തിക്ക് ഭദ്രമായിട്ടുള്ള രാത്രിയുണ്ട്. അതാണ് ശാന്തനായിട്ടുള്ള മുനി പറയുന്നത്. ഇവിടെ ശാന്തമായിട്ടുള്ള രാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മരണശേഷം നമ്മൾക്ക് നമ്മുടെ ജീവിതം ഭദ്രമാക്കാം, നമ്മൾക്ക് സുഖമായിട്ട് വിശ്രമിക്കാം. വിഭജനയെപ്പറ്റി വളരെ കുറവായിട്ട് മാത്രമേ മജ്ജിമ നികായത്തിൽ പറഞ്ഞിട്ടുള്ളൂ. മറ്റെവിടെയും വിഭജനയെക്കുറിച്ചിട്ട് ഇത്ര അധികമായിട്ട് പറഞ്ഞിട്ടില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്ന 2 വരികൾ ഇത്ര മാത്രമാണ്. പച്ചുപ്പന്നഞ്ച യോ ധമ്മം, അതായത് വർത്തമാനകാലത്തിൽ ഏതേതൊരു ധർമ്മം പ്രകടമാകുന്നുവോ തത്ത വിപസ്സതി, അതിനെ എല്ലാം വിപശന ചെയ്തുകൊണ്ട് നമ്മൾ കാണണം. ഈ കാര്യമാണ് ഭഗവാൻ പറഞ്ഞത്. ഇത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഭഗവാൻ തൻ്റെ ആസനത്തിൽ നിന്ന് എഴുന്നേറ്റതിന് ശേഷം തൻ്റെ വിഹാരസ്ഥലത്തേക്ക് പോയി. ഭഗവാൻ അവിടെ നിന്ന് പോയതിന് ശേഷം ആ ഭിക്ഷുകൾ ഇങ്ങനെ വിചാരിച്ചു. ഭഗവാൻ വളരെ സംക്ഷിപ്തമായിട്ടാണ് ഈ ഉപദേശം നൽകിയത്. അതിനുശേഷം അദ്ദേഹം തൻ്റെ വാസസ്ഥലത്തിലേക്ക് പോയി. ഇതിൻ്റെ അർത്ഥത്തെ വിശദമായിട്ട് അദ്ദേഹം വിവരിച്ചു തന്നിട്ടില്ല. ഭഗവാൻ പറഞ്ഞു തന്നിട്ടുള്ള ഈ സംക്ഷിപ്തമായിട്ടുള്ള ഉപദേശത്തെ ആർക്കാണ് വളരെ വിശദമായിട്ട് ഇതിൻ്റെ അർത്ഥത്തെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ സാധിക്കുക? അപ്പോൾ ആ ഭിക്ഷുകൾ ഇങ്ങനെ വിചാരിച്ചു. ആയുഷ്മാൻ മഹാകച്ചാനെ ഭഗവാൻ വളരെയധികം പ്രശംസിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വിവേകമുള്ള ബ്രഹ്മചര്യവാസത്തിലെ കൂട്ടുകാർ അദ്ദേഹത്തെ വളരെ ബഹുമാനത്തോടുകൂടി ഇതിനെപ്പറ്റി സംസാരിക്കാറും ഉണ്ട്. ഭഗവാൻ പറഞ്ഞിട്ടുള്ള ഈ സംക്ഷിപ്ത ഉപദേശത്തിൻ്റെ വിസ്തൃതമായിട്ടുള്ള അർത്ഥം പറഞ്ഞു തരാൻ അദ്ദേഹം യോഗ്യനാണ്. നമ്മൾക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് ഈ കാര്യത്തെപ്പറ്റി അദ്ദേഹത്തോട് ചോദിക്കാം. അതിനുശേഷം ആ ഭിക്ഷുകൾ ആയുഷ്മാൻ മഹാകച്ചാൻ്റെ അടുത്ത് പോയി അദ്ദേഹത്തെ വന്ദിച്ചു. അതിനുശേഷം കുശല പ്രശ്നങ്ങൾ ചെയ്തു. വന്ദനയ്ക്കും കുശല പ്രശ്നങ്ങൾക്കും ശേഷം ആ ഭിക്ഷുക്കൾ ഒരു ഭാഗത്ത് ഇരുന്നു. എന്നിട്ട് ആയുഷ്മാൻ മഹാകച്ചാനോട് ആ ഭിക്ഷുക്കൾ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. അതിനുശേഷം ഇങ്ങനെ പറഞ്ഞു, ദയവ് ചെയ്ത് ആയുഷ്മാൻ മഹാകച്ചാനൻ ഞങ്ങൾക്ക് ഇതിൻ്റെ വിസ്തൃതമായിട്ടുള്ള അർത്ഥം പറഞ്ഞു തന്നാലും. അപ്പോൾ ആയുഷ്മാൻ മഹാകച്ചാനൻ ആ ഭിക്ഷുക്കളോട് ഇങ്ങനെ പറഞ്ഞു, മിത്രങ്ങളെ, ഒരു വ്യക്തിക്ക് മരത്തിൻ്റെ കാതൽ ആവശ്യമുണ്ട്. അങ്ങനെ മരത്തിൻ്റെ കാതൽ അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് അവർ ഒരു വലിയ വൃക്ഷത്തിൻ്റെ അടുത്തെത്തുന്നു. അതിൽ ധാരാളം മരത്തിൻ്റെ കാതലുണ്ട്. എന്നാൽ കാതലുള്ള മരത്തിൻ്റെ തടിയെയും വേരിനെയും ഉപേക്ഷിച്ച് അവർ ആ വൃക്ഷത്തിൻ്റെ ഇലകളിലും അതേപോലെ തന്നെ കൊമ്പുകളിലും ആ കാതൽ അന്വേഷിക്കുന്നു. ആയുഷ്മാന്മാരായിട്ടുള്ള താങ്കളും ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങളേവരും ഭഗവാനുമായിട്ട് മുഖാമുഖം സംസാരിക്കുകയായിരുന്നു. എന്നാൽ താങ്കൾ ഇക്കാര്യത്തെപ്പറ്റി അദ്ദേഹത്തോട് ചോദിച്ചില്ല. ഈ കാര്യത്തെപ്പറ്റി എന്നോട് ചോദിക്കാം എന്ന് നിങ്ങൾ കരുതി. മിത്രങ്ങളെ, അദ്ദേഹമാണ് ഭഗവാൻ. അദ്ദേഹമാണ് എല്ലാ കാര്യവും അറിയുന്നത്, കാണുന്നത്. അദ്ദേഹമാണ് ചക്ഷു, അദ്ദേഹമാണ് ജ്ഞാനം, അദ്ദേഹമാണ് ധമ്മം, അദ്ദേഹമാണ് ബ്രഹ്മം, അദ്ദേഹമാണ് നമ്മളുടെ ശാസ്താവ്, അദ്ദേഹമാണ് കാര്യങ്ങളെ വിസ്തരിച്ച് പറയുന്നത്, അദ്ദേഹമാണ് നമ്മൾക്ക് അർത്ഥം പറഞ്ഞു തരുന്നത്, അദ്ദേഹമാണ് അമൃതം നമ്മൾക്ക് പകർന്നു നൽകുന്നത്,
അദ്ദേഹമാണ് ധർമ്മത്തിൻ്റെ സ്വാമി, അദ്ദേഹമാണ് തഥാഗതൻ. മിത്രങ്ങളെ, ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ഈ കാര്യത്തെപ്പറ്റി അദ്ദേഹത്തോട് ചോദിക്കേണ്ടതായിരുന്നു. അപ്പോൾ ഭഗവാൻ പറഞ്ഞ ഉത്തരത്തിന് അനുസൃതമായിട്ട് നിങ്ങൾ അതിനെ ഓർമ്മയിൽ വയ്ക്കേണ്ടിയിരുന്നു. അപ്പോൾ ഭിക്ഷുക്കൾ ഇങ്ങനോട് പറഞ്ഞു, തീർച്ചയായിട്ടും മിത്രമേ, അദ്ദേഹമാണ് ഭഗവാൻ, അദ്ദേഹമാണ് എല്ലാം അറിയുന്നത്, അദ്ദേഹമാണ് എല്ലാം കാണുന്നത്, അദ്ദേഹമാണ് ചക്ഷു, അദ്ദേഹമാണ് ജ്ഞാനം, അദ്ദേഹമാണ് ധർമ്മം, അദ്ദേഹമാണ് ബ്രഹ്മം, അദ്ദേഹമാണ് പഠിപ്പിക്കുന്ന വ്യക്തി, അദ്ദേഹമാണ് അർത്ഥം വിശദമാക്കുന്ന വ്യക്തി, അർത്ഥത്തെ വ്യാഖ്യാനിക്കുന്ന വ്യക്തി, മൃത്യുവിൽ നിന്ന് അമൃത് തരുന്ന വ്യക്തി, ധമ്മത്തിൻ്റെ സ്വാമി, അദ്ദേഹമാണ് തഥാഗതൻ. ആ സമയത്ത് അദ്ദേഹത്തോട് തന്നെ ഇതിൻ്റെ അർത്ഥത്തെപ്പറ്റി ചോദിക്കേണ്ടതായിരുന്നു. എന്നിട്ട് ഭഗവാൻ പറഞ്ഞ ഉത്തരങ്ങൾ ഞങ്ങൾ അതേപോലെ ധാരണം ചെയ്യേണ്ടതായിരുന്നു. എന്നാലും ആയുഷ്മാൻ മഹാകച്ചാനെ ഭഗവാൻ പ്രശംസിച്ചിട്ടുണ്ട്. സഹബ്രഹ്മചാരിമാരും താങ്കളെ വളരെ ബഹുമാനത്തോടെയാണ് നോക്കുന്നത്. ഭഗവാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ വളരെ വിശദമാക്കി പറഞ്ഞു തരാൻ താങ്കൾക്ക് കഴിയും. താങ്കൾക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ ദയവ് ചെയ്ത് ഇതിനെപ്പറ്റി ഞങ്ങളോട് വിശദമാക്കി പറഞ്ഞു തന്നാലും. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ അവരോട് പറഞ്ഞു, മിത്രങ്ങളെ, നിങ്ങൾ ഇതിനെപ്പറ്റി കേൾക്കുക, മനസ്സ് അർപ്പിച്ച് കേൾക്കുക, ഞാൻ അതിനെപ്പറ്റി പറയാം. ശരി മിത്രമേ എന്ന് ആ ഭിക്ഷുക്കൾ ആയുഷ്മാൻ മഹാകച്ചാനോട് പ്രത്യുത്തരം കൊടുത്തു. ആയുഷ്മാൻ മഹാകച്ചാനൻ ഇപ്രകാരം പറഞ്ഞു, ചുരുങ്ങിയ ഉപദേശത്തെ ഏറ്റവും കൂടുതൽ വിസ്താരമാക്കി പറഞ്ഞു കൊടുക്കാൻ കഴിവുള്ള വ്യക്തിയാണ് മഹാകച്ചാനൻ എന്ന് ബുദ്ധൻ അദ്ദേഹത്തെപ്പറ്റി വളരെ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മഹാകച്ചാനൻ ഇങ്ങനെ പറഞ്ഞു, മിത്രങ്ങളെ, ഭഗവാൻ സംക്ഷിപ്ത രൂപത്തിലാണ് ഈ ഉപദേശം പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ അർത്ഥം വളരെ വിശദമായിട്ട് അദ്ദേഹം പറഞ്ഞു തന്നിട്ടില്ല. ഭൂതത്തിലേക്ക് പോകരുത്, ഭാവിയിലേക്ക് പോകരുത്, വർത്തമാനകാലത്തുള്ള സത്യത്തെ അതേപോലെ തന്നെ അറിയണം. ഇതാണ് അദ്ദേഹം പറഞ്ഞു തന്നിട്ടുള്ളത്. മിത്രങ്ങളെ, ഭഗവാൻ സംക്ഷിപ്ത രീതിയിൽ പറഞ്ഞിട്ടുള്ള ഈ ഉപദേശത്തിൻ്റെ വിസ്തൃതമായിട്ടുള്ള അർത്ഥം ഇപ്രകാരത്തിലാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. മിത്രങ്ങളെ, എപ്രകാരമാണ് നിങ്ങൾ ഭൂതത്തിലേക്ക് ഓടുന്നത്? ഭൂതത്തിൽ എനിക്ക് ഇത്തരം ഒരു കണ്ണുണ്ടായിരുന്നു, ഇത്തരം രൂപം ഉണ്ടായിരുന്നു. അപ്പോൾ വിജ്ഞാനം അതിനോടുള്ള ചന്തരാഗത്തോടുകൂടി ബന്ധിതമാകുന്നു. അപ്പോൾ നമ്മൾ അതിൽ ആനന്ദം അനുഭവിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ ഭൂതത്തിലേക്ക് ഓടുന്നത്. ചന്ത എന്ന് പറയുന്ന സമയത്ത് ആഗ്രഹം, രാഗം എന്ന് പറയുന്ന സമയത്ത് ആസക്തി. അതായത് നമ്മൾ ധ്യാനിക്കുന്ന സമയത്ത് ചില സമയത്ത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെയുള്ളൊരു ചിന്ത വരും, ഭൂതത്തിൽ എൻ്റെ കണ്ണ് ഇപ്രകാരമായിരുന്നു, കാഴ്ചകൾ ഇപ്രകാരമായിരുന്നു. അതായത് നമ്മൾ എന്തെങ്കിലും നല്ല കാര്യങ്ങളെ കണ്ടതിൻ്റെ ഓർമ്മ ആ സമയത്ത് വരുന്നു. ആ സമയത്ത് വരുന്ന സമയത്ത് ആ വിജ്ഞാനത്തോടുകൂടി നമ്മൾക്ക് ചന്തരാഗം ഉൽപ്പന്നമാകുന്നു. അതുമൂലം നമ്മൾ അതിൽ ആനന്ദം നേടുന്നു. അതായത് ഭൂതകാലത്തെപ്പറ്റി ഓർത്ത് നമ്മൾ അതിൽ ആസക്തരാകുന്നു, അതിൽ ആനന്ദിക്കുന്നു. ഇപ്രകാരമാണ് നമ്മൾ ഭൂതത്തിലേക്ക് ഓടുന്നത്. ഇതുപോലെ തന്നെയാണ് ബാക്കിയുള്ള അഞ്ചിന്ദ്രിയങ്ങളും. ഭൂതത്തിൽ എനിക്ക് ഇപ്രകാരമുള്ള കാതുകൾ ഉണ്ടായിരുന്നു, ഇപ്രകാരമുള്ള ശബ്ദമാണ് ഉണ്ടായിരുന്നത്, ഇപ്രകാരമുള്ള മൂക്കുണ്ടായിരുന്നു, ഇപ്രകാരം ഗന്ധമായിരുന്നു, ഇപ്രകാരം ഉള്ള നാവായിരുന്നു, ഇപ്രകാരമുള്ള രസമായിരുന്നു, ഇപ്രകാരം ഉള്ള ശരീരമായിരുന്നു, ഇപ്രകാരം ഉള്ള സ്പർശനമായിരുന്നു, ഇപ്രകാരമുള്ള മനസ്സായിരുന്നു, ഇപ്രകാരമുള്ള ധർമ്മങ്ങളായിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങളിൽ നിങ്ങൾ ആനന്ദം നേടുന്നു, നിങ്ങളുടെ മനസ്സിൽ അതിനോട് ചന്തരാഗം ഉൽപ്പന്നമാകുന്നു. ഇപ്രകാരമാണ് നിങ്ങൾ ഭൂതത്തിലേക്ക് ഓടുന്നത്. ഇനി ആ ഭൂതത്തിലേക്ക് അല്ലെങ്കിൽ ഭൂതകാലത്തിലേക്ക് എങ്ങനെ ഓടാതിരിക്കാം എന്നതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. മിത്രമേ, ഇനി എങ്ങനെയാണ് ഭൂതത്തിലേക്ക് ഓടാതിരിക്കുന്നത്? ഭൂതത്തിൽ നിങ്ങളുടെ വിജ്ഞാനം അതിനോടുള്ള ചന്തരാഗം ഉൽപ്പന്നം ആക്കുന്നില്ല. എന്നിട്ട് ഇങ്ങനെ വിചാരിക്കുന്നില്ല, ഭൂതത്തിൽ എനിക്ക് ഇത്തരം കണ്ണുകൾ ഉണ്ടായിരുന്നു, ഇത്തരം രൂപങ്ങളാണ് ഞാൻ കണ്ടിരുന്നത്. ഇങ്ങനെ ഓർത്ത് അതിനോട് നിങ്ങൾ ചന്തരാഗം ഉൽപ്പന്നമാക്കുന്നില്ല. അതുമൂലം നിങ്ങൾ അതിൽ നന്ദിരാഗം, അതായത് ആസക്തരാകുന്നില്ല. അപ്പോൾ നിങ്ങൾ ഭൂതത്തിലേക്ക് ഓടുന്നില്ല. അതേപോലെ തന്നെ ഭൂതത്തിൽ എനിക്ക് ഇത്തരം കാതുകൾ ഉണ്ടായിരുന്നു, ശബ്ദങ്ങളുണ്ടായിരുന്നു, ഇത്തരം മൂക്കായിരുന്നു, ഇത്തരം ഗന്ധങ്ങളായിരുന്നു, ഇത്തരം നാവായിരുന്നു, ഇത്തരം രുചികളായിരുന്നു, ഇത്തരം ശരീരമായിരുന്നു, ഇത്തരം സ്പർശങ്ങളായിരുന്നു, ഇത്തരം മനസ്സായിരുന്നു, ഇത്തരം ധർമ്മങ്ങളായിരുന്നു എന്ന് നിങ്ങൾ ഓർക്കുന്നില്ല. അതിനോട് നിങ്ങൾക്ക് ചന്തരാഗം ആസക്തി ഉണ്ടാകുന്നില്ല. ചന്തരാഗം ആസക്തി ഉണ്ടാകാത്തതിനാൽ നിങ്ങൾ അതിനെ അഭിനന്ദിക്കുന്നില്ല.
അതായത് അത് നല്ലതാണ് എന്ന് പറയുന്നില്ല. ഇപ്രകാരമാണ് നിങ്ങൾ ഭൂതത്തിലേക്ക് പോകാതിരിക്കുന്നത്. അതായത് നമ്മൾ ധ്യാനത്തിലിരിക്കുന്ന സമയത്ത് ഭൂതകാലത്തെ ഈ 6 ഇന്ദ്രിയങ്ങളെക്കുറിച്ചുള്ള ഏതെങ്കിലും ഓർമ്മകൾ വരും. എന്നിട്ട് അതിൽ നമ്മൾക്ക് ചന്ദരാഗം ഉൽപ്പന്നമാകും. നമ്മൾ അത് ആസ്വദിക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ കർമ്മബന്ധനങ്ങളാണ് ഉണ്ടാക്കുന്നത്. അതൊരിക്കലും ചെയ്യരുത്. ഭൂതത്തിൽ ഒരിക്കലും പോകരുത് എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇനി അടുത്തതായിട്ട് ഭാവിയുടെ കാര്യമാണ് പറയുന്നത്. മിത്രങ്ങളെ, എങ്ങനെയാണ് നമ്മൾ ഭാവിയുടെ കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത്? ചിത്തത്തിൽ എന്തൊന്ന് ഇല്ലാതിരിക്കുന്നുവോ അതിനെ കിട്ടാൻ ചിത്തം ആഗ്രഹിക്കുന്നു. ഭാവിയിൽ എനിക്ക് ഇത്തരം കണ്ണുകൾ ഉണ്ടാകട്ടെ, ഇത്തരം രൂപങ്ങൾ ഞാൻ അനുഭവിക്കട്ടെ. അപ്പോൾ ഭാവിയിലുണ്ടാകുന്ന ആ കാര്യങ്ങളെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നു, അതിൽ നിങ്ങൾ ആനന്ദം നേടുന്നു. ചിത്തത്തിൽ യാതൊന്ന് ഇല്ലയോ അത് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ പ്രതീക്ഷ വയ്ക്കുന്നു. എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ കരുതുന്നു, എനിക്ക് ഇത്തരം കാതുകൾ ഉണ്ടായിരിക്കണം, ഇത്തരം ശബ്ദങ്ങൾ കേൾക്കണം, ഇപ്രകാരം മൂക്കുണ്ടായിരിക്കണം, ഇപ്രകാരം ഗന്ധങ്ങൾ ഉണ്ടായിരിക്കണം, ഇപ്രകാരം നാവുണ്ടായിരിക്കണം, ഇപ്രകാരത്തിലുള്ള രുചി ഉണ്ടായിരിക്കണം, ഇപ്രകാരമുള്ള ശരീരമുണ്ടാകണം, ഇപ്രകാരം ഉള്ള സ്പർശങ്ങൾ ഉണ്ടാകണം, ഇപ്രകാരമുള്ള മനസ്സുണ്ടാകണം, ഭാവിയിൽ ഇപ്രകാരമുള്ള മനസ്സിൽ ധർമ്മങ്ങൾ ഉണ്ടാകണം. അപ്പോൾ നിങ്ങൾ അതിൽ ആനന്ദിക്കുന്നു. അങ്ങനെയാണ് നിങ്ങൾ ഭാവിയിൽ പ്രതീക്ഷ വയ്ക്കുന്നത്. ഇപ്രകാരമാണ് നിങ്ങൾ ഭാവിയിൽ പ്രതീക്ഷ വയ്ക്കുന്നത്. മിത്രങ്ങളെ, നിങ്ങൾ ഭാവിയിൽ ഒരു കാര്യവും പ്രതീക്ഷിക്കാതിരിക്കുന്നത്, ആഗ്രഹിക്കാതിരിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾക്ക് ഇല്ലാത്തൊരു കാര്യത്തിനെ പറ്റി നമ്മൾ ഒരിക്കലും മനസ്സിൽ ചിന്തിക്കുന്നില്ല. ഇപ്രകാരം നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല, എനിക്ക് ഇത്തരം കണ്ണുകൾ ഉണ്ടാകണം, ഇത്തരം രൂപങ്ങൾ ഉണ്ടായിരിക്കണം, ഭാവിയിൽ ഇത്തരം കണ്ണുകൾ ഉണ്ടാകണം, ഇത്തരം രൂപം ഉണ്ടാകണം. അതിനാൽ നമ്മൾ അതിൽ ആഹ്ലാദിക്കുന്നില്ല. അതിനാൽ ഭാവിയിൽ നമ്മൾ ഒന്നും തന്നെ പ്രതീക്ഷിക്കുന്നില്ല. മനസ്സിൽ ഒന്ന് ഇല്ലാത്ത കാര്യങ്ങളെ അത് ആഗ്രഹിക്കുന്നില്ല. എന്നിട്ട് ഇങ്ങനെ കരുതുന്നില്ല, ഇപ്രകാരമുള്ള കാതുകൾ, ശബ്ദങ്ങൾ എനിക്ക് ഉണ്ടാകണം, ഇപ്രകാരമുള്ള മൂക്കുകൾ, ഗന്ധങ്ങൾ എനിക്ക് ഉണ്ടാകണം, ഇപ്രകാരം ഉള്ള നാവുകൾ, രുചികൾ എനിക്ക് അറിയണം, ഇപ്രകാരമുള്ള ശരീരം, സ്പർശവ്യ പദാർത്ഥം എനിക്ക് അറിയണം, ഇപ്രകാരമുള്ള മനസ്സ്, അതേപോലെ തന്നെ ധർമ്മങ്ങൾ എനിക്ക് ഭാവിയിലുണ്ടാകണം എന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. അതുമൂലം നമ്മൾ അതിൽ ആനന്ദം നേടുന്നതുമില്ല. അപ്പോൾ ഭാവിയിൽ നമ്മൾ ഒരു പ്രതീക്ഷകളും വയ്ക്കുന്നില്ല. ഇപ്രകാരമാണ് ഭാവിയിൽ പ്രതീക്ഷ വയ്ക്കാതെ നമ്മൾ ജീവിക്കുന്നത്. ഇനി വർത്തമാനകാലത്തുണ്ടാകുന്ന ധർമ്മങ്ങളിൽ നമ്മൾ എങ്ങനെയാണ് കാലിടറി വീഴുന്നത്, അതായത് അതിനെ ആസ്വദിക്കാൻ തുടങ്ങുന്നതിനെ പറ്റിയിട്ടാണ് ഭഗവാൻ പറയുന്നത്. മിത്രങ്ങളെ, ചക്ഷുവും രൂപവും വർത്തമാനകാല സമയത്ത് ഉൽപ്പന്നമായതാണ്. അതിൽ വിജ്ഞാനം ബന്ധിതമാകുകയാണ്, ചന്ദ്രരാഗത്തോടുകൂടി ബന്ധിതമാകുകയാണ് എങ്കിൽ, നിങ്ങൾ അതിൽ ആസ്വദിക്കുകയാണ് അല്ലെങ്കിൽ സന്തോഷിക്കുകയാണ് എങ്കിൽ, അപ്പോഴാണ് വർത്തമാനകാലത്തുണ്ടായിട്ടുള്ള ഈ ധർമ്മങ്ങളിൽ നമ്മൾ കാലിടറി വീഴുന്നത്. ഇപ്രകാരം തന്നെയാണ് ശബ്ദവും ചെവികളും, മൂക്കും ഗന്ധങ്ങളും, നാവും രുചികളും, ശരീരവും സ്പർശവ്യ പദാർത്ഥവും, മനസ്സും അതിലെ ധർമ്മവും. ഇതെല്ലാം വർത്തമാനകാലത്തിൽ ഉൽപ്പന്നമായതാണ്. ഇപ്രകാരം നമ്മുടെ വിജ്ഞാനം ഇവിടെ തന്നെ ബന്ധിതമാകുകയാണ്. വർത്തമാന സമയത്ത് അതിൽ ആസക്തി, ഛന്ദ, രാഗം നമ്മൾക്ക് ഉണ്ടാകുകയാണ് എങ്കിൽ, നിങ്ങൾ അതിൽ ആഹ്ലാദിക്കുകയാണ് എങ്കിൽ, അപ്പോഴാണ് വർത്തമാനകാലത്തുണ്ടായിട്ടുള്ള ധർമ്മത്തെ നിങ്ങൾ കാലിടറി വീഴുന്നത്. അതായത് വർത്തമാനകാലത്തിൽ ഓരോ നിമിഷവും നമ്മൾ അനുഭവിക്കുന്ന കർമ്മത്തിൽ അല്ലെങ്കിൽ കാര്യങ്ങളിൽ നമ്മൾ ഒരിക്കലും ആസക്തരാകരുത്. ഇപ്രകാരമാണ് ഭിക്ഷുക്കളെ നിങ്ങൾ വർത്തമാനകാലത്തിൽ ഉണരുന്ന ധർമ്മങ്ങളിൽ കാലിടറി വീഴുന്നത്. ഇനി എങ്ങനെ വർത്തമാനത്തിൽ വരുന്ന കാര്യങ്ങളിൽ കാലിടറി വീഴാതിരിക്കാം എന്ന് പറയുന്നുണ്ട്. മിത്രങ്ങളെ, എങ്ങനെയാണ് വർത്തമാനകാലത്ത് ഉണ്ടാകുന്ന ധർമ്മങ്ങളിൽ കാലിടറി വീഴാതിരിക്കുന്നത്? ഉദാഹരണമായിട്ട് 2 കണ്ണുകളും രൂപങ്ങളും ഉണ്ട്. അത് രണ്ടും വർത്തമാനകാലത്തിൽ ഉണർന്നിരിക്കുകയാണ്. എന്നാൽ നമ്മളുടെ വിജ്ഞാനം അതിനോട് ബന്ധിതമാകുന്നില്ല. ചന്ദ്രരാഗം വർത്തമാനകാലത്ത് ഉൽപ്പന്നമാക്കുന്നില്ല. അതിനാൽ നമ്മൾ അതിൽ ആനന്ദം കൊള്ളുന്നില്ല. അങ്ങനെ വർത്തമാനത്തിൽ ഉൽപ്പന്നമായിട്ടുള്ള ധർമ്മങ്ങളിൽ നമ്മൾ ഒരിക്കലും കാലിടറി വീഴുന്നില്ല. അതേപോലെ തന്നെയാണ് കാതുകളും ശബ്ദവും, മൂക്കും ഗന്ധങ്ങളും, നാവും രുചികളും, ശരീരവും സ്പർശവ്യ പദാർത്ഥങ്ങളും, മനസ്സും ധർമ്മവും.
അഥവാ നമ്മുടെ വിജ്ഞാനം വർത്തമാനകാലത്തിൽ ആഗ്രഹങ്ങളോടുകൂടി അതിനോട് ബന്ധിതമാകുന്നില്ല, നിങ്ങൾ അതിൽ ആനന്ദം കൊള്ളുന്നില്ല, അപ്പോൾ വർത്തമാനകാലത്ത് ഉൽപ്പന്നമായിട്ടുള്ള ധർമ്മത്തിൽ നിങ്ങൾ ഒരിക്കലും കാലിടറി വീഴുന്നില്ല. അതായത് ഇന്ദ്രിയ സുഖങ്ങൾ നമ്മളെ കീഴ്പ്പെടുത്തുന്നില്ല എന്ന അർത്ഥം. ഇപ്രകാരമാണ് വർത്തമാനകാലത്ത് ഉണ്ടായിട്ടുള്ള ധർമ്മങ്ങളിൽ നമ്മൾ കാലിടറി വീഴാതിരിക്കുന്നത്. മിത്രങ്ങളെ, ഇപ്രകാരമാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ള ചുരുക്കമായിട്ടുള്ള ഉപദേശത്തിൻ്റെ വിശദമായിട്ടുള്ള അർത്ഥം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഭഗവാന്റെ അടുത്ത് പോകാവുന്നതാണ്, എന്നിട്ട് ഇതിനെപ്പറ്റി ചോദിക്കാവുന്നതാണ്. ഭഗവാൻ പറഞ്ഞ ഉത്തരത്തിന് അനുസരിച്ചിട്ട് നിങ്ങൾക്കതിനെപ്പറ്റി ഓർക്കാവുന്നതാണ്, അതിനനുസരിച്ച് ജീവിക്കാവുന്നതാണ്. അപ്പോൾ ആ ഭിക്ഷുക്കൾ ആയുഷ്മാൻ മഹാകച്ചാൻ പറഞ്ഞതിനോട് യോജിക്കുന്നു, അതിനെ അംഗീകരിക്കുന്നു. അതിനുശേഷം ഭഗവാന്റെ അടുത്ത് പോകുന്നു, അദ്ദേഹത്തെ വന്ദിക്കുന്നു, എന്നിട്ട് ഒരു ഭാഗത്തിരിക്കുന്നു. എന്നിട്ട് ഭഗവാനോട് നടന്ന കാര്യങ്ങൾ എല്ലാം തന്നെ പറയുന്നു. ബന്ദേ, ഇപ്രകാരമാണ് ആയുഷ്മാൻ മഹാകച്ചാനൻ ഞങ്ങളോട് ഇതിൻ്റെ അർത്ഥത്തെപ്പറ്റി പറഞ്ഞിട്ടുള്ളത്. ഇത്തരം വാക്കുകൾ ആണ് ഉപയോഗിച്ചിരുന്നത്, ഇത്തരം വചനങ്ങളായിരുന്നു ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഭിക്ഷുക്കളെ, മഹാകച്ചാനൻ പണ്ഡിതനാണ്, മഹാകച്ചാനൻ മഹാപ്രജ്ഞാവാനാണ്. നിങ്ങളെല്ലാവരും എൻ്റെ അടുത്ത് വരികയാണെങ്കിലും ഇതേ ചോദ്യം ചോദിക്കുകയാണെങ്കിലും ഞാൻ അദ്ദേഹം പറഞ്ഞ രീതിയിൽ തന്നെയാണ് ഉത്തരം കൊടുക്കുക. ഇതിൻ്റെ അർത്ഥം ഇതാണ്, ഇപ്രകാരമാണ് നിങ്ങളതിനെ ധാരണം ചെയ്യേണ്ടത്. അതാണ് ഭഗവാൻ പറഞ്ഞത്. അപ്പോൾ ആ ഭിക്ഷുക്കൾ ഭഗവാൻ പറഞ്ഞ കാര്യങ്ങൾ തൃപ്തരായി അതിനെ അനുമോദിച്ചു. മഹാകച്ചാന ബദ്ധേകരത്ത സുത്തം നിഠിതം. സുഹൃത്തുക്കളെ, സൂത്രം ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതേമാതിരിയുള്ള കൂടുതൽ സൂത്രങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. കുറച്ച് സമയത്ത് നമ്മൾക്ക് പുണ്യവിതരണത്തിൻ്റെ അഭ്യസിക്കാം. ദുഃഖം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ദുഃഖത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ഭയം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ഭയത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ശോകം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ശോകത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. എല്ലാ പ്രാണികൾക്കും മുക്തി ലഭിക്കട്ടെ. നമ്മൾ നേടിയ ഈ പുണ്യത്തിൽ സർവ്വജീവികളും പങ്കാളികളാകട്ടെ. അതുമൂലം സർവ്വപ്രാണികൾക്കും സുഖവും സന്തോഷവും ഉണ്ടാകട്ടെ. ഭൂമിയിലും ആകാശത്തിലും ഉള്ള സർവ്വപ്രാണികളും അധോലോകത്തെയും മനുഷ്യലോകത്തെയും ദേവലോകത്തെയും രൂപ അരൂപ ബ്രഹ്മലോകത്തിലെയും സർവ്വപ്രാണികളും നമ്മളുടെ ഈ പുണ്യത്തിൽ പങ്കാളികളാകട്ടെ. അതിശക്തരായിട്ടുള്ള ദേവന്മാരും ബ്രഹ്മന്മാരും ബുദ്ധശാസനത്തെ സംരക്ഷിക്കട്ടെ. സാധു സാധു സാധു.